ഡ്രീംലാൻഡ് കാട്ടിൽ ഒരു പുതിയ സിംഹം വന്നിരുന്നു. അവനെ അവന്റെ കാട്ടിൽ നിന്നും ഇറക്കി വിട്ടതായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അവൻ ഭരിക്കാനാണ്. ഈ കാട്ടിൽ 2 കാളയും ജീവിക്കുന്നുണ്ട്, കാലു, ചന്തു. ഇവര് രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം രണ്ടുപേരും സുനേരി മലയുടെ അടുത്ത് പോവുകയായിരുന്നു. കുറച്ചേരം കഴിഞ്ഞപ്പോ അവര് കണ്ടത് ഒരു മുയല് ക്യാരറ്റ് തിന്നുകയായിരുന്നു. കുറച്ചു ദൂരത്ത് ഒരു ചെന്നായ മരത്തിന്റെ അടുത്ത് ഒളിച്ചിരിക്കുന്നു. കഴിക്കൂ മുയലേ, ഇഷ്ടം പോലെ കഴിക്കൂ. ക്യാരറ്റ് തീരുന്നത് വരെ കഴിക്കൂ. പിന്നെ നീ എനിക്കുള്ളതല്ലേ. ഈ കാര്യം കാലും ചന്തും കേട്ടു. എന്നിട്ടവർ ഓടി തന്നെ മുയൽ കുഞ്ഞിന്റെ അടുത്ത് വന്നു നിന്നു. പിങ്കുമയിലേ, പെട്ടെന്നോടി രക്ഷപ്പെട്ടോ. ഒരു ചെന്നായ നിന്നെ ആക്രമിക്കാൻ വരുന്നുണ്ട്. എന്താ പറഞ്ഞേ? ചെന്നായോ? അതെവിടെയാ? അവൻ ആ മരത്തിന്റെ പുറകിലാ. അയ്യോ എന്റെ അമ്മേ, ഇത്രയും വലിയ ചെന്നായോ? ഓടിക്കോ. ഇതും പറഞ്ഞു മുയൽ വേഗത്തിൽ തന്നെ ഓടിപ്പോയി. അപ്പോഴേക്കും ചെന്നായി ഇവർ രണ്ടുപേരുടെ മുമ്പിൽ വന്നു നിന്നു. നിങ്ങൾ രണ്ടുപേരും ചെയ്തത് ശരിയായില്ല. നോക്കിക്കോ, ഇതിന്റെ പ്രത്യാഘാതം നിങ്ങൾ തീർച്ചയായും അനുഭവിക്കേണ്ടി വരും. ഇത് പറഞ്ഞ് ചെന്നായ അവിടെ നിന്ന് ഓടിപ്പോയി. അവൻ പോയതിനു ശേഷം അതേ സിംഹം ആ വഴി വന്നു. കൊള്ളാവല്ലോ, നല്ല കൊഴുത്ത പുതുമയുള്ള കാളകൾ. ഇതിലൊരെണ്ണത്തിനെ ഇന്ന് തട്ടിയാ 3 ദിവസം എനിക്ക് കുശാലായിട്ട് കഴിക്കാനുള്ളതുണ്ടാവും. ഇത് പറഞ്ഞവൻ ചാടി ഓടി അങ്ങോട്ട് അവരുടെ അടുത്തോട്ട് പോയി. അല്ല, ഈ സിംഹം ഇത്ര പെട്ടെന്ന് എവിടെ നിന്നാ വന്നത്? അവര് പേടിച്ചു. അവരവിടുന്ന് ഓടാൻ തുടങ്ങി. പക്ഷെ സിംഹം അവരെക്കാൾ വേഗതയിൽ ഓടി. ദേ ഇത് കേക്ക്, നമ്മളിങ്ങനെ ഓടിപ്പോയാ നമ്മളിൽ ഒരാൾ എന്തായാലും മരിക്കും. അതിലും നല്ലത് നമ്മൾ ഒറ്റക്കെട്ടായി ഇവനെ നേരിടുന്നതാണ്. അതെ, നീ പറഞ്ഞത് ശരിയാ. അവര് രണ്ടുപേരും നിന്നു. എന്നിട്ട് സിംഹത്തിന്റെ മുമ്പിൽ തിരിഞ്ഞു നിന്നു. അല്ല, ഇവന്മാരെന്താ ഭ്രാന്തന്മാരാണോ? ഓടുന്നേയില്ലല്ലോ. സിംഹം കുറച്ച് ദൂരത്തിൽ തന്നെ നിന്നു. എന്നിട്ട് പറഞ്ഞു, അതേ, ഓടിക്കോ. ഓടിയില്ലെങ്കിൽ ഞാൻ നിന്നെ വേട്ടയാടും. നോക്കാവല്ലോ നീ എന്താ ചെയ്യുന്നതെന്ന്. ഇത് പറഞ്ഞ് രണ്ടുപേരും കൂടെ അവന്റെ മുന്നിലേക്ക് ഓടി. അയ്യോ ദൈവമേ, ഇവരൊരുമിച്ച് എന്നെ ആക്രമിക്കാൻ വരികയാണല്ലോ. അവന്റെ കൊമ്പങ്ങാനും കൊണ്ട് എന്റെ വയറ് കീറിപ്പോവും. ഇതും പറഞ്ഞ് സിംഹം അവിടുന്ന് ഓടിപ്പോയി. അവര് രണ്ടുപേരും നിന്നു. ദൈവത്തിന് നന്ദിയുണ്ട്, നമ്മൾ രക്ഷപ്പെട്ടല്ലോ. നമ്മളെങ്ങാനും ഓടാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ നമ്മളെ കൊന്നു കളഞ്ഞേനെ. അവര് രണ്ടുപേരും സുനേരി മലയുടെ മുകളിൽ പോവാൻ പുറപ്പെട്ടു. ഇങ്ങനെ എപ്പോഴും എന്നും കൂടെ ഉണ്ടായിരുന്നു. എല്ലാ മൃഗങ്ങളും അവരുടെ സൗഹൃദത്തെ പുകഴ്ത്തുമായിരുന്നു. ഒരു ദിവസം ചെന്നായ കാലു കാളയുടെ വീട്ടിൽ എത്തി. കാലു, അതേ കാലു. അല്ല ചെന്നായ, നീയോ? എന്താ ഇവിടെ? ഞാൻ ഇന്നൊരു കാര്യം കാണുകയും കേൾക്കുകയും ചെയ്തു. അത് നീ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാ, അല്ലെങ്കിൽ ഭാവിയിൽ നീ ഖേദിക്കേണ്ടി വരും. ഞാൻ കണ്ടത് നിന്റെ കൂട്ടുകാരൻ ചന്തു ഒരു പശുവിനോട് സംസാരിക്കുന്നതായിരുന്നു. ഒരു പശുവോ? ഏത് പശു? അവനെന്നും രാവിലെ നിന്നെ കാണുന്നതിന് മുമ്പ് ആ പശുവിനെ കാണാറുണ്ട്. ഇതുവരെ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഇല്ല, എന്നോടൊന്നും ഇതുവരെ പറഞ്ഞില്ല. പക്ഷേ നീ ഇത് ഇത്ര നാളായിട്ട് അറിഞ്ഞിട്ടും എന്തിനാ ഇപ്പൊ എന്നോട് ഒന്ന് പറയുന്നത്? ഞാനെന്തിനാ വെറുതെ അവന്റെ കാര്യങ്ങൾ നിന്നോട് അനാവശ്യമായിട്ട് പറയുന്നത്? അവൻ നിന്റെ യഥാർത്ഥ സുഹൃത്തായിരുന്നെങ്കിൽ എന്തായാലും അവൻ നിന്നോട് പറയുമായിരുന്നു. ഇന്ന് അവൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. അവൻ എന്താ പറഞ്ഞത്? ആ പശു പറയുവാ നിനക്ക് ഞാനല്ലാതെ വേറെ സുഹൃത്തുക്കളുണ്ടോന്ന്. അപ്പൊ അവൻ പറയുവാ, അതെ, ഒരു കാളയുണ്ട്, അവന്റെ പേര് കാലു എന്നാ. പിന്നെ അവൻ പറഞ്ഞു, എനിക്ക് കൂടി നിന്റെ സുഹൃത്തിനെ പരിചയപ്പെടുത്തൂ. അപ്പൊ അവൻ എന്താ പറഞ്ഞെന്നറിയണോ?
എന്താ പറഞ്ഞത്? പറയുന്നേ. അവൻ പറഞ്ഞു കാലു വളരെ മോശമായ ഒരുത്തനാണെന്ന്, അവനെ കാണാൻ ഇരുട്ട് പോലെയുള്ള ഒരുത്തനാണെന്ന്, ഒരു തവണ നോക്കിയാൽ പിന്നെ നോക്കാൻ തോന്നില്ലെന്ന്, ഞാൻ ഒരു നിവൃത്തിയില്ലാതെ അവൻ്റെ കൂടെ നിൽക്കുന്നതെന്ന്, ഞാനിവിടുന്ന് പോകാതിരിക്കാം, ഈ ദിവസം മുഴുവൻ നിന്റെ കൂടെ ചെലവഴിക്കാം, പക്ഷെ നീ രാവിലെ മാത്രമല്ലേ ഇവിടെ വരുന്നുള്ളൂ എന്ന്. എന്താ അവൻ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞെന്നോ? ഇപ്പം മനസ്സിലായി. കുറച്ച് ദിവസമായിട്ട് അവൻ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വൈകി വരുന്നതെന്ന്. ഞാൻ അറിഞ്ഞില്ലല്ലോ അവൻ എന്നോട് ഇത്രയധികം വെറുപ്പാണെന്ന്. ഇത് പറയുകയായിരുന്നു എൻ്റെ ജോലി. ഞാനാണിത് പറഞ്ഞതെന്ന് അവനോട് പറയരുത് കേട്ടോ. പേര് പറയുന്നത് പോയിട്ട് അവനോട് സംസാരിക്കുകയോ പോലുമില്ല. എനിക്കിനി അവൻ്റെ മുഖം കാണുകയേ വേണ്ട. ഇതൊക്കെയാണ് സംഭവിച്ചത്. ഇന്ന് നീ എൻ്റെ കണ്ണ് തുറപ്പിച്ചു. ഇന്നു മുതൽ ഞാൻ അവൻ്റെ സൗഹൃദം ഉപേക്ഷിക്കുക. പക്ഷെ ഇനി ഞാൻ ആരായിട്ട് കൂട്ടുകൂടും? അവനെ ഓർത്ത് വിഷമിക്കണ്ട. എനിക്ക് ഒരു കാളയെ അറിയാം. അവൻ നിന്നെപ്പോലെ കറുത്തവനാ. അവനും വേറെ സുഹൃത്തുക്കളൊന്നുമില്ല. നിങ്ങൾക്ക് പരസ്പരം നല്ല സുഹൃത്തുക്കളായിരിക്കാൻ പറ്റും. ശരി, അവൻ എവിടെയാ? വരൂ, എനിക്ക് അവനെ ഇപ്പം തന്നെ കാണണം. ഇപ്പോഴല്ല, ഞാൻ അവനെ നിനക്ക് വൈകിട്ട് കാണിച്ചു തരാം. അവിടെ ഒരു സ്വർണ്ണക്കുന്നില്ലേ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാ അവൻ്റെ വീട്. ശരി, നീ എന്നെ വൈകിട്ട് അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. ഇന്നത്തെ ദിവസം മുഴുവനും അഹങ്കാരി ചന്തു കൂടെ ഉണ്ടാവില്ലല്ലോ. ഇത് കേട്ട ചെന്നായിക്ക് സന്തോഷമായി. അവിടെന്ന് അവൻ പോയി. ചന്തുവിനെ കുറിച്ച് നേരത്തെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ അവനായുള്ള ചങ്ങാത്തം വിട്ടേനെ. ചെന്നായിക്ക് എന്താണെന്നറിയില്ല, ഇന്ന് ഭയങ്കര സന്തോഷം. വൈകുന്നേരം ആയപ്പോ കാലുവിന്റെ വീട്ടിലെത്തി അവൻ പറഞ്ഞു, വരൂ കാലു, ഞാൻ നിന്നെ നിന്റെ പുതിയ സുഹൃത്തിനെ കാണിക്കാൻ കൊണ്ടുപോവാം. ശരി ചെന്നായേ, വരൂ പോവാം. കാലു ഇപ്പൊ ചെന്നായുടെ കൂടെ കൂട്ടായി. ചെന്നായ അവനെ സുനേരി മലയിൽ കൊണ്ടുപോയി. അപ്പോഴേക്കും അവർ കാട്ടിലെ ഒരു നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടു. അവിടെ ഭംഗിയുള്ള ചെറിയ ചെറിയ പുല്ലുണ്ടായിരുന്നു. ഇനി എത്ര ദൂരമുണ്ട്? ഞാനാകെ അവശനായി. ദേ ഇവിടെ തന്നെയാ. ആ കാണുന്ന ഗുഹ കണ്ടില്ലേ? അതിനകത്ത് തന്നെയാ. എന്താ പറഞ്ഞേ? ഒരു കാള ഗുഹയ്ക്കുള്ളിൽ താമസിക്കുന്നോ? ഇതെങ്ങനെ ശരിയാവും? ഇത് കേട്ടപ്പോ ചെന്നായുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വന്നു. അവൻ പറഞ്ഞു, വരൂ എന്റെ കൂട്ടുകാരാ, കാലു കാള വന്നിട്ടുണ്ട്. ഇത് പറഞ്ഞതും അതേ സിംഹം ഗുഹയിൽ നിന്നും പുറത്തോട്ട് വന്നു. എന്നിട്ട് കാലുവിനെ കണ്ട് സന്തോഷിച്ചു. അല്ല, വരൂ കാളേ, നീ നിന്റെ വാക്ക് നിറവേറ്റി. ഉത്തരവ് പോലെ. ഇതെന്താ ചെന്നായേ, നീ എന്നെ ചതിക്കുകയായിരുന്നോ? അതെ, ഞാൻ നിന്നെ ചതിച്ചു. നിങ്ങൾ രണ്ടുപേരും കാരണം അന്നൊരിക്കൽ ഞാൻ പട്ടിണിയിലായി. അതുകൊണ്ടാണ് ഞാൻ ഈ സിംഹത്തെയും കൂട്ടി നിന്നെ ചതിച്ചത്. ഇപ്പൊ നീ സിംഹത്തിന്റെയും എന്റെയും ഭക്ഷണമാണ്. ഇത് കേട്ടതോടെ കാലു കാളയ്ക്ക് അങ്ങ് ഞെട്ടലായി. സിംഹം ഓടി വന്നു. കാലു ഈ കാഴ്ച ഇങ്ങനെ നോക്കി നിന്നുപോയി. എന്ത് പറ്റി? ഇത്രയും പേടിച്ചത് കൊണ്ട് നിനക്ക് ഓടാനൊന്നും കഴിയുന്നില്ലേ? സിംഹം കാലുന്റെ മേത്ത് ചാടാൻ പോയപ്പോ അപ്പോഴേക്കും അവിടെ ചന്തു കാള എത്തി. എന്നിട്ട് സിംഹത്തിനൊരു തട്ടങ്ങ് കൊടുത്തു. സിംഹം അങ്ങനെ ദൂരെ പോയി വീണു. എന്റെ ദൈവമേ, ചത്തുപോയി. അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? ചന്തു, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? നീ എന്താ വിചാരിച്ചത്? നീ പറയുന്നതെല്ലാം ഞാൻ അപ്പാടെ വിശ്വസിക്കുമെന്നോ? എനിക്ക് നിന്നെ ഒട്ടും തന്നെ വിശ്വാസമില്ലായിരുന്നു. നീ പോയതിനു ശേഷം ഞാൻ ചന്തുവിനെ കണ്ടു. അവനോട് എല്ലാ കാര്യവും പറഞ്ഞു. പിന്നെ നീ എന്തിനാ എൻ്റെ കൂടെ ഇവിടേക്ക് വന്നത്? ഞങ്ങൾക്കൊരു കാര്യം കൂടി അറിയാനുണ്ടായിരുന്നു, നിന്റെ അടുത്ത പ്ലാൻ എന്താണെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചു. ഞാൻ നിന്റെ കൂടെ നീ പറഞ്ഞ സ്ഥലത്തേക്ക് കൂടെ വരും. ചന്തു നമ്മുടെ രണ്ടുപേരുടെയും പിന്നാലെ വരും. നശിച്ചു പോയല്ലോ. രണ്ട് കാളയും ചേർന്ന് ചെന്നായുടെ പുറകെ ഓടാൻ തുടങ്ങി. അങ്ങനെ ചെന്നായയും സിംഹം അവിടുന്ന് ഓടുന്നത് വരെ രണ്ടുപേരുടെ പുറകെയുള്ള ഓട്ടം നിർത്തിയതേ ഇല്ല. നമ്മുടെ സൗഹൃദം ആർക്കും തകർക്കാനാവില്ല. ആർക്കും.